ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. കൊല്ലം വിജിലൻസ് കോടതിയിൽ മൂവരെയും ഹാജരാക്കി തിരികെ കൊണ്ടുപോയി. അതേസമയം കട്ടിളപ്പാളി കേസിലെ KS ബൈജുവിന്റെ ജാമ്യ ഹർജിയിൽ വാദം പൂർത്തിയായി. ഹർജിയിൽ നാളെ കോടതി വിധി പറയും. പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി. പ്രവീൺ, ഇപ്പോൾ എന്താണ് കോടതി നിന്നുള്ള ഉത്തരവ്? സ്മൃതി, ഈ 3 പ്രതികളെയും ഇന്ന് രാവിലെ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി. അതിനുശേഷം ഇപ്പോൾ പോലീസ് ഇവരെ 3 പേരെയും മടക്കിക്കൊണ്ടു പോയിട്ടുണ്ട്. പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, KS ബൈജു എന്നിവരുടെ റിമാൻഡ് കാലാവധി 14 ദിവസത്തേക്ക് കൂടി നീട്ടി. ഇവർ ഈ റിമാൻഡിൽ തുടരുകയായിരുന്നു. 14 ദിവസം പൂർത്തിയായ മുറയ്ക്കാണ് മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. വീണ്ടും ഈ റിമാൻഡ് കാലാവധി നീട്ടുകയാണ് കൊല്ലം വിജിലൻസ് കോടതി ചെയ്തത്. ഇവരെ ഇപ്പോൾ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കമ്മീഷണറായിട്ടുള്ള N. വാസു അദ്ദേഹത്തിൻ്റെ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്നും നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഏതായാലും ഈ 3 പ്രതികളെയും ഇപ്പോൾ ഇവിടെ നിന്നും അല്പസമയം മുമ്പ് ജയിലിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട്. സ്മൃതി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.